തുടർച്ചയായി ഉണ്ടായ ശക്തമായ 2 ഭൂകമ്പങ്ങൾ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 7.1, 7.5 തീവ്രത രേഖപ്പെടുത്തിയ കുലുക്കങ്ങൾക്ക് പിന്നാലെ നാശനഷ്ടങ്ങളും ആളപായവും റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗൂഗിളിന്റെ മുന്നറിയിപ്പ് ലഭിച്ചെന്ന റിപ്പോർട്ടുകളും ചർച്ചയാകുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. വെനിസ്വേലയിൽ തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് ലോകം. ദുരന്തത്തിൽ നിരവധി പേർ മരിച്ചതായും 700ഓളം പേർക്ക് പരിക്കേറ്റതായും ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് സ്ഥിരീകരിച്ചു. 7.1, 7.5 എന്നിങ്ങനെ തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങൾ അടുത്തിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളാണ്. വെനിസ്വേലയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗൂഗിൾ മുന്നറിയിപ്പ് നൽകിയെന്നാണ് പുതിയ റിപ്പോർട്ട്. ഭൂകമ്പത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഗൂഗിൾ നോട്ടിഫിക്കേഷൻ പലരും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാതെ പ്രകൃതി ആഞ്ഞടിക്കുമ്പോൾ ജീവൻ രക്ഷിക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് സഹായിക്കാനാകുമോ എന്ന ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉയരുന്നുണ്ട്. ഗൂഗിൾ ഭൂകമ്പം പ്രവചിച്ചില്ല. പകരം ശക്തമായ ഭൂകമ്പങ്ങൾ വരുന്നതിന് മുൻപ് അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് മുന്നറിയിപ്പ് സംവിധാനം പ്രാരംഭ ഭൂകമ്പ പ്രവർത്തനം തിരിച്ചറിയുകയും സമീപത്തുള്ള ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. ചെറിയ ഭൂചലനങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന മോഷൻ സെൻസറുകളുള്ള കോടിക്കണക്കിന് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളെയാണ് ഈ സാങ്കേതിക വിദ്യ ആശ്രയിക്കുന്നത്. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എത്രത്തോളം വികസിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വെനിസ്വേല സംഭവമെന്ന് HRNXയുടെ BOTS ഡയറക്ടർ നിക്കർ അറോറ പറഞ്ഞു. പലരും കരുതുന്നത് പോലെ ഭൂകമ്പത്തിന്റെ ആരംഭ സൂചനകൾ പ്രവചിച്ചത് ഗൂഗിൾ അല്ല, മറിച്ച് തീവ്രമായ കുലുക്കം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അലേർട്ട് അയച്ചു എന്നും അറോറ വിശദീകരിച്ചു. ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുമ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായി തിരിക്കുന്ന സെൻസറാണ് ആക്സിലറോമീറ്റർ. നിരവധി ഉപകരണങ്ങളിൽ ഒരേ പാറ്റേൺ തിരിച്ചറിയുന്നതിലൂടെ ഗൂഗിൾ അൽഗോരിതങ്ങൾ ഭൂകമ്പത്തിന്റെ സ്ഥാനവും വലിപ്പവും കണക്കാക്കുകയും സമീപത്തുള്ള എല്ലാ ആളുകളെയും അറിയിക്കുകയും ചെയ്യുന്നു. ഫലം കുറച്ച് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു മുന്നറിയിപ്പ് വിൻഡോയാണിത്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകൾക്ക് അപകടകരമായ ഘടനകളിൽ നിന്ന് മാറാനോ അപകടകരമായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്താനോ സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടാനോ ഇതിലൂടെ കഴിയും. വെനിസ്വേല അനുഭവം ഭൂകമ്പങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രാധാന്യം വ്യാപിപ്പിക്കുന്നു എന്ന് എൻവിറോ കെയർ ഫൗണ്ടേഷന്റെ സഹസ്ഥാപകനായ ഹൃഷിത് പാന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യ ദുരന്ത തയ്യാറെടുപ്പ് എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നും സമൂഹ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു എന്നും വെനിസ്വേല വ്യക്തമാക്കിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഭൂകമ്പങ്ങൾ പ്രവചിക്കുക അസാധ്യമാണെങ്കിലും പരിക്കുകളും മരണങ്ങളും തടയാൻ അവ ഉടനടി കണ്ടെത്താനും കഴിയുന്നത്ര വേഗത്തിൽ വാർത്തകൾ ആശയവിനിമയം നടത്താനും സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നും പാന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ ശൃംഖലകൾ കൂടുതൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്നത് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ പൗരന്മാർക്ക് സുരക്ഷാ വിവരങ്ങൾ എത്തിക്കുന്നതിനുള്ള ശക്തമായൊരു ചാനൽ സൃഷ്ടിക്കുന്നു. ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റുകൾ, അതിശക്തമായ ചൂട് സംഭവങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശാലമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് സമൂഹങ്ങൾ തയ്യാറാകണം. ദുരന്ത നിവാരണ രംഗത്ത് ലോകത്തിലുണ്ടായ വികസനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് വെനിസ്വേലയിൽ ഭൂചലനത്തിന് മുൻപുണ്ടായ മുന്നറിയിപ്പ്. പരമ്പരാഗത നിരീക്ഷണ കേന്ദ്രങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ ഏകോപനത്തിലൂടെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, തത്സമയ ഡേറ്റ നെറ്റ്വർക്കുകൾ, അധികാരികളുടെ സാങ്കേതിക കമ്പനികളും കണക്ട് ചെയ്ത് ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ ഏകോപനമാണ് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു സംവിധാനത്തിനും ഭൂകമ്പം സംഭവിക്കുന്നത് തടയാൻ കഴിയില്ലെങ്കിലും വിലയേറിയ സമയം സാങ്കേതിക വിദ്യയ്ക്ക് വാങ്ങാൻ കഴിയും. ലോകമെമ്പാടും പ്രകൃതി ദുരന്തങ്ങൾ പതിവായി മാറുമ്പോൾ പ്രതിരോധശേഷി ഉള്ളതുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് പൊതുസ്ഥാപനങ്ങളും സാങ്കേതിക കമ്പനികളും തമ്മിലുള്ള സഹകരണം അത്യാവശ്യമാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. വെനിസ്വേലയിലെ ഫോണുകൾ ഒരു ചെറിയ മുന്നറിയിപ്പ് മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്നാൽ പലർക്കും ആ കുറച്ച് നിമിഷങ്ങൾ അപകടത്തിനും അതിജീവനത്തിനും ഇടയിലുള്ള വ്യത്യാസമാണെന്ന് തെളിയിക്കാൻ കഴിയും.